ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊന്ന് ജുലാനയിലെ വിനേഷ് ഫോഗട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ പോയി ബി ജെ പിയെ തോൽപ്പിക്കുന്ന അവർ, ബി ജെ പിക്കെതിരായി വലിയ ലീഡെടുക്കുന്ന അവർ, ഹരിയാനയിലെ യുവാക്കളുടെ മനസ്സെന്താണ്, അവിടുത്തെ ഗുസ്തി മനുഷ്യരുടെ മനസ്സെന്താണ് എന്ന കാര്യം എടുത്തു വയ്ക്കുന്നു. ഒളിമ്പിക്സിൽ നിന്ന് ഭാരം കുറഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ അതിൽ ഈ ഭരണകൂടത്തെ സംശയിച്ച മനുഷ്യരെ നമ്മൾ കണ്ടതാണ്, ഭരണകൂട പ്രധാനികളെ സംശയിച്ചവരെ കണ്ടതാണ്. ആ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ വിജയമെന്നാണ് അവരെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണ് നിങ്ങൾ ഗുസ്തിയുമായി ബന്ധപ്പെട്ട സകല വിവാദങ്ങളും ഉണ്ടാക്കിയത് എന്ന ആക്ഷേപവാചകം ചൊരിഞ്ഞവർക്കെതിരായിട്ടുള്ള വളരെ കനത്ത മറുപടി ജുലാനയിൽ വിനേഷ് ഫോഗട്ട് കൊടുക്കുകയാണ്. 65 സീറ്റിൽ കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുമ്പോൾ 19 ചുരുങ്ങി സമീപകാലത്തെ വലിയ ദൗർബല്യം അനുഭവിക്കുകയാണ് ഡൽഹിയുടെ തൊട്ടടുത്തുള്ള ഹരിയാന എന്ന സംസ്ഥാനം എന്നത് കാണുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബലമായ വിജയമാണ് ബി ജെ പി നേടിയത്. മുന്നണിയുടെ ഔദാര്യത്തിലാണ് ആ സഖ്യം ഇപ്പോൾ ഭരിക്കുന്നത്. ബി ജെ പി മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നമുക്കറിയാം. ആ ദൗർബല്യത്തിന്റെ ചേരുന്നു ഹരിയാനയുടെ വിവരങ്ങളുമായി. അരവിന്ദ്, ഈ 70 സീറ്റ് കിട്ടും എന്നാണ് അല്പം മുമ്പ് AICC ആസ്ഥാനത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞത്. ഇപ്പോൾ 65 നോക്കൂ. ബി ജെ പി 19 തന്നെ തുടരുകയാണ്. ഇനി INLDക്കോ JJPയോ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 1-2 സീറ്റുകളാണ് അവർക്കുള്ളത്. മറ്റു പാർട്ടികളും ചലനമുണ്ടാക്കുന്നില്ല. 70 തൊടുമോ കോൺഗ്രസ്? എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ BJPക്കെതിരെ നിലനിന്നിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ നമ്മൾ കാണുന്നത്. 67 സീറ്റിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. പ്രധാനമായും കർഷകരുടെ എതിർപ്പ് അവിടെ BJPയെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം BJPയെ കനത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജാട്ട് സമുദായത്തിന്റെ എതിർപ്പ് അത് BJPക്കെതിരെ സംസ്ഥാനത്ത് അലയടിക്കുകയാണ്. അത് കോൺഗ്രസിന് കൃത്യമായ അനുകൂലമായി മാറിയെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഫലങ്ങൾ കാണിക്കുന്നത്. 67 ഒരുപക്ഷെ കോൺഗ്രസ് ആദ്യമേ അവകാശവാദം ഉന്നയിച്ചത് അവർ 70 സീറ്റുകളിലേക്ക് എത്തുമെന്നാണ്. ഫലം എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിജയം പ്രവചിച്ചിരുന്നു. പല എക്സിറ്റ് പോളുകളും റിപ്പബ്ലിക് TV വരെ 60-ലധികം സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. ഒരുപക്ഷെ 70 സീറ്റ് കോൺഗ്രസ് തന്നെ കണക്ക് കൂട്ടിക്കാണില്ല. അവരൊരു 55-നും 65-നും ഇടയ്ക്ക് സീറ്റ് മാത്രമായിരിക്കും കരുതിയത്. പക്ഷേ വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് ഹരിയാനയിൽ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ AICC ആസ്ഥാനത്ത് ഇപ്പോൾ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്.